ഹായ് ഫ്രണ്ട്സ്, ഒരു ദിവസം ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ എങ്ങോട്ടെങ്കിലും പോയാലോ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ കൂട്ടുകാരനെ കുട്ടി നേരെ വണ്ടി വിട്ടു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ ടോളൊക്കെ കടന്നിട്ട് എങ്ങോട്ടോ എന്തോ വലിയ സംഭവം എന്തോ ചെയ്യാൻ പോകുന്നു. വലിയ സംഭവം കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയ വീഡിയോ ചെയ്തു. ഓരോ റൈഡും ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർ സോളോ റൈഡേഴ്സായിട്ട് പോകുന്നവരുണ്ടാവും, ചിലർ ഗ്യാങ് ആയിട്ട് പോകുന്നുണ്ടാവും, ചിലർ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടാവും, ചിലർ നന്നായിട്ട് എൻജോയ് ചെയ്ത് റിസോർട്ടിലൊക്കെ താമസിച്ച് അങ്ങനെ പോകുന്നവരുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ റൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഒളിച്ചോട്ടാണ്. നമ്മൾ ഈ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കണ്ടെത്തിയ ഒരു ചെറിയൊരു മാർഗ്ഗമാണ് ഇതേപോലത്തെ റൈഡ്. ഇങ്ങനെ വണ്ടിയെടുത്ത് മലയും കാടും ഒക്കെ താണ്ടിയിട്ട് നമ്മളിങ്ങനെ പോയി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അതുവരെ നമ്മൾ ഒന്നും ആയിട്ടില്ല എന്ന് തോന്നിയിരുന്ന നമ്മൾ എന്തൊക്കെയോ കീഴടക്കിയിട്ടുള്ള ഒരു വല്ലാത്തൊരു സംതൃപ്തിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റൈഡ്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കിടിലൻ ഒരു സ്ഥലത്താണ്. നല്ല വെള്ളച്ചാട്ടവും പിന്നെ നമ്മുടെ മംഗലം ഡാം എന്ന് കേട്ടിട്ടുണ്ടോ? വടക്കഞ്ചേരിക്ക് അടുത്തുള്ള ഒരു ഡാമാണ്. ആ ഡാമിലേക്ക് വരുന്ന ഒരു ചെറിയൊരു കൈത്തോടുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളായിട്ട് നമുക്ക് അതിൻ്റെ പ്രകൃതിയും ഭംഗിയും ഇതിൻ്റെ ഒരു രക്ഷയില്ലാത്തൊരു സെറ്റപ്പാണ്. ഫുള്ള് കല്ലാണ്. ഈ ഉരുണ്ട കല്ല്. എന്താ പറയാ, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടുത്തെ സംഭവങ്ങളെന്ന്. ഈ കണ്ണാടി പോലത്തെ ഈ വെള്ളം കണ്ടിട്ട് കുളിക്കാൻ തോന്നുക. എന്തായാലും തോർത്തെടുക്കാൻ മറന്നുപോയി. എന്തായാലും ഈ വെള്ളം എന്തായാലും ഞാൻ 1 ലിറ്റർ എന്തായാലും കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത് ഗോപ്രോയിൽ എടുത്തതെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് ഐഫോൺ വെള്ളത്തിൽ മുക്കി വെച്ചാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മീനുകളൊക്കെ അങ്ങോട്ട് കണ്ട് ചാടി കളിക്കണം. അത്രയ്ക്കും ക്ലിയർ വെള്ളമാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സൂപ്പർ ക്ലിയർ വാട്ടർ കണ്ടോ? ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലുത് തന്നെയാണ്. നല്ല കുത്തനെയുള്ള വെള്ളച്ചാട്ടം, കാണാൻ നല്ല രസമാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ വഴി നേരെ ഒരു 2 കിലോമീറ്റർ മുകളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ആദിവാസി ഗ്രാമമുണ്ട്. 10-60 വീടോളം ഉള്ള ഒരു ആദിവാസി ഗ്രാമം. അവിടെ പൂർണ്ണമായിട്ടും കൃഷിയും കാര്യങ്ങളായിട്ട് അവർ അങ്ങനെ ജീവിതം കഴിച്ചു വിടുന്നവരാണ്. ഞങ്ങളവിടെ പോയി വിഷ്വൽസൊന്നും ഇതിലിട്ടിട്ടില്ല. ഈ ചെറിയ തോട് മുറിച്ച് കടന്ന് ഒരു 5 മിനിറ്റ് ഉള്ളിലോട്ട് എത്തിയാൽ നമ്മൾ ഉദ്ദേശിച്ച ആ വാട്ടർഫാളിലേക്ക് എത്താൻ പറ്റും. ഫ്രണ്ട്സ്,
ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആ വാട്ടർഫാൾ. അടിപൊളിയല്ലേ? നല്ല മഴ, നല്ല തണുപ്പ്, സൂപ്പർ.